നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. 2026 പോരാട്ടങ്ങളുടെ വർഷം. യെസ്, ഇതാ നമ്മുടെ മുന്നിലേക്ക് ഫൈനലിസീമ എത്തുന്നു. മാർച്ച് മാസത്തിൽ ഇനിയിപ്പോൾ 3 മാസം. മാർച്ച് 27 ഖത്തറിലെ ലുസൈൽ സ്റ്റേഡിയത്തിൽ യൂറോപ്യൻ ചാമ്പ്യന്മാരായ സ്പെയിനും ലാറ്റിൻ അമേരിക്കൻ ചാമ്പ്യന്മാരായ അർജൻറ്റീനയും തമ്മിൽ ഏറ്റുമുട്ടുന്നു. ഫിഫ റാങ്കിങ്ങിൽ 1-ാം സ്ഥാനക്കാരായ സ്പെയിനും വേൾഡ് റാങ്കിങ്ങിൽ 2-ാം സ്ഥാനക്കാരായ അർജൻറ്റീനയും തമ്മിൽ ഏറ്റുമുട്ടുന്നു. സോ ഫിഫ റാങ്കിങ്ങിൽ ആദ്യ 2 സ്ഥാനക്കാർ തമ്മിലുള്ള കളി, 2 പ്രമുഖ കോണ്ടിനെൻറ്റുകളിലെ ചാമ്പ്യന്മാർ തമ്മിലുള്ള കളി, വല്ലാത്തൊരു പോരാട്ടമായിരിക്കും അത്. നേരത്തെ ലയണൽ സ്കലോനി പറഞ്ഞിരുന്നു വേൾഡ് കപ്പിന് തൊട്ട് മുമ്പ് ഇങ്ങനെ ഒരു കളി കളിക്കുന്നതിൽ താല്പര്യമില്ല എന്ന്. പലവട്ടം അദ്ദേഹം പറഞ്ഞതാണ്, പക്ഷേ കളി നടക്കും. ഇപ്പോൾ ലൂയിസ് ഡിലാ ഫ്യൂൻ്റെ സ്പെയിനിൻ്റെ കോച്ച് പക്ഷെ നേരെ തിരിച്ച് ഒപ്പീനിയനുള്ള ആളാണ്. അദ്ദേഹം പറയുന്നു, ഈ കളി കളിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചതാ. ഞാൻ ആഗ്രഹിച്ച കളിയാണ്. അർജൻറ്റീനയ്ക്കെതിരെ കളിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചതാ. കാരണം എന്താ അറിയോ? അർജൻറ്റീന വമ്പൻ ടീമാണ് എന്നുള്ളത് മാത്രമല്ല, ഇതൊരു ഫൈനലാണ്. ഒരു കിരീടം കൂടി നേടാനുള്ള അവസരമാണ്. വേൾഡ് കപ്പിന് തൊട്ട് മുമ്പ് ടീമിൻ്റെ ശക്തി ദൗർബല്യങ്ങൾ തിരിച്ചറിയാനുള്ള അവസരം കൂടിയാണ്. അതുകൊണ്ട് അർജൻറ്റീനയെപ്പോലൊരു ടീമിനെതിരെ കളിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. ഇത് ഞാൻ ആഗ്രഹിച്ച കളിയാണ് എന്ന് സ്പെയിനിൻ്റെ കോച്ച് ലൂയിസ് ഡിലാ ഫ്യൂൻ്റെ പറയുന്നു. ഇപ്പോൾ അദ്ദേഹം ഏറ്റവും പുതിയ അഭിമുഖത്തിൽ പറഞ്ഞിരിക്കുന്ന വാക്കുകളിലേക്കാണ് നമ്മൾ പോകുന്നത്. അദ്ദേഹം AS-ന് കൊടുത്ത അഭിമുഖത്തിലാണ് ഈ കാര്യങ്ങൾ പറഞ്ഞത്. ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ആ കൂട്ടത്തിലാണ് ഫൈനലിസീമയെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹത്തോടുള്ള ചോദ്യം അങ്ങനെയായിരുന്നു, അർജൻറ്റീനയാണല്ലോ എതിരാളികൾ, സ്പെയിനിൻ്റെ അടുത്ത ഓപ്പണൻ്റാണ് ഫൈനലിസീമയിൽ, എന്ത് തരത്തിലുള്ള ഒരു മത്സരമായിട്ടാണ് നിങ്ങൾ ഇതിനെ കാണുന്നത്? വേൾഡ് കപ്പിന് തൊട്ട് മുമ്പ് ടീമിൻ്റെ ശക്തി ദൗർബല്യങ്ങൾക്ക് ഒരു ട്രൂ മെഷർ, ഒരു ട്രൂ യാഡ് സ്റ്റിക്കായിട്ട്, അളവുകോലായിട്ട് ഇതിനെടുക്കാൻ പറ്റുമോ? അപ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടി, വെൽ, എനിക്ക് ആ കളി കളിക്കണം, ഞാൻ ആഗ്രഹിച്ചതാണ്. കാരണം ആ മത്സരം എന്ന് പറഞ്ഞാൽ യൂറോപ്പിലെ ചാമ്പ്യന്മാരും സൗത്ത് അമേരിക്കയിലെ ചാമ്പ്യന്മാരും തമ്മിൽ കളിക്കുന്ന ഒരു കളിയല്ലേ. അർജൻറ്റീനയെപ്പോലുള്ള എതിരാളികൾക്കെതിരെ കളിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അത് നമ്മുടെ 2 ടീമിൻ്റെയും പൊട്ടൻഷ്യൽസ് ടെസ്റ്റ് ചെയ്യും എന്നതിനപ്പുറം എന്നെ കൂടുതൽ ആ കളിയിലേക്ക് തൽപരനാക്കുന്ന കാര്യം, നമ്മൾ മറ്റൊരു ഫൈനൽ കൂടിയല്ലേ അവിടെ കളിക്കുന്നത്, മറ്റൊരു കിരീടം കൂടി നേടാനുള്ള ഒരു അവസരമല്ലേ ലഭിക്കുന്നത്. അതുകൊണ്ട് ആ കളി ഞാൻ ആഗ്രഹിച്ചതാണ് എന്ന് ലൂയിസ് ഡിലാ ഫ്യൂൻ്റെ പറയുന്നു. സോ അദ്ദേഹം പറഞ്ഞ പോലെ മറ്റൊരു കിരീടം കൂടി സ്പെയിൻ നേടുമോ? അതല്ല, കഴിഞ്ഞ വേൾഡ് കപ്പിന് മുന്നോടിയായി നടന്ന ഫൈനലിസീമ പോലെ യൂറോപ്യൻ ചാമ്പ്യന്മാരെ മലർത്തിയടിച്ചുകൊണ്ട് അർജൻറ്റീന ആ കിരീടവും ചൂടി വേൾഡ് കപ്പിലേക്ക് ഇൻ സ്റ്റൈൽ പറക്കുമോ? കാത്തിരിക്കാം. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ടുവെത്താം.